ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം, ഇസ്ലാമിന്റെ എല്ലാവിധ പാഠങ്ങളും വരുന്നത് ഖുർആന് ഹദീസിൽ നിന്നാണ്. തന്നെ ഇപ്പോൾ പ്ലാറ്റോയെ കുറിച്ചൊക്കെ ഒരു പ്രവാചകനാകാന്നുള്ള അഭിപ്രായം ഇസ്ലാം എന്ന് പറഞ്ഞാല് അള്ളാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി, അതായത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇപ്പൊ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വഴിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് നിയമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ ഉള്ളത് സാമൂഹിക ഭദ്രതയാണ് ഈ നിയമത്തിൻ്റെ ഒക്കെ ഇതിനെ ലംഘിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഉള്ളത് ഒത്തുപള്ളി ഇസ്ലാമിക് പോഡ്കാസ്റ്റ് ചാനലിന്റെ ഫസ്റ്റ് എപ്പിസോഡിലാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കുണ്ടായ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇസ്ലാമിനെ ലളിതമായി സമൂഹത്തിന് അവതരിപ്പിക്കാം, എങ്ങനെയാണ് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് ലളിതമായി അവർ മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഇസ്ലാമിക് പോഡ്കാസ്റ്റ്. ഒത്തുപള്ളി എന്ന ആ രീതിയിലായിരുന്നല്ലോ ഇസ്ലാം നമ്മളിലേക്ക് കൈമാറി ട്രഡീഷൻ അപ്പോ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഈ ഒരു ഇസ്ലാമിനെ നമ്മൾ വിവരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺസേൺ എന്താ വെച്ചാൽ അപ്പോ ആ ഒരു ട്രഡീഷൻ നമുക്ക് ലഭിക്കണം. അവർ പറഞ്ഞു തന്ന അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഒരു ഇസ്ലാമിനെ കൈമാറാന്നുള്ളത് അതന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ബഹുസ്വര സമൂഹത്തില് ഈ ഒരു മതങ്ങൾക്കിടയിൽ പലപ്പോഴും ഇസ്ലാമിനെ നോക്കിക്കാണുന്ന വിധം ഭയങ്കര ഡിഫറെന്റ് ആണ്. പ്രത്യേകിച്ച് മറ്റു മതസ്ഥര് ഉണ്ട്, അതുണ്ട്. പിന്നെ ഈ ജിഹാദ് പോലത്തെ സംഗതികളൊക്കെ അങ്ങനെയാണ് ഇസ്ലാമിനെ അവർ മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്ക് ലളിതമായിട്ട് എങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കാം, എന്താണ് ഇസ്ലാം എന്നതാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താണ് ഇസ്ലാം, എങ്ങനെയാണ് ഇസ്ലാം ഈ ഒരു കാര്യങ്ങളെ നോക്കി കാണുന്നത്? അതിപ്പോ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതാക്കുന്ന സാധനം വെച്ചാല് ഈ മൊത്തത്തിൽ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ മൊത്തത്തിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് രീതിയിലാണ് ഇപ്പൊ കാണപ്പെടുന്നത്. മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതൊക്കെ ഇസ്ലാമാണ്, അത് അവർക്ക് ഇസ്ലാമികാണോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം മുസ്ലിം മുഖങ്ങളിൽ വരുന്നതൊക്കെ ഇസ്ലാമികാണോ, ഇനി എങ്ങനെയാണ് ഇസ്ലാമിനെ വേർതിരിച്ചു വരുന്ന ചർച്ചകൾ ഈ കാര്യത്തിൽ തന്നെ നടക്കുന്നുണ്ട്. കാരണം മൊത്തത്തിൽ ഇസ്ലാമിന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് രീതിയിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം അള്ളാഹു അതുപോലെ അള്ളാഹുവിന്റെ റസൂല് അവരൊക്കെ കാണിച്ചല്ല അവരുടെ റസൂലിന്റെ പ്രവർത്തികളിൽ നിന്നുണ്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അതിനെ കുറിച്ച് എന്ന് പറയാം. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അതിൽ നടക്കുന്ന നിയമങ്ങൾ ഒരു നിയമ സംഹിതയാണ്. ആ നിയമ സംഹിതയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇസ്ലാമിക രീതി അതിൽ ഇതാക്കുന്ന കാര്യങ്ങൾ. അതിനാണ് ഇപ്പൊ ഇസ്ലാമികമായിട്ട് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഇങ്ങനെ തങ്ങളങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു നബിയും പറഞ്ഞത് മാത്രമാണ് ഇസ്ലാമായിട്ട് നമ്മൾ കാണുന്നത്, അതല്ലാത്തത് അതിനപ്പുറം ഉണ്ടോ? അതായത് അള്ളാഹു നബി പറഞ്ഞ കാര്യങ്ങൾ അതേപടി മാത്രമാണ് ഇസ്ലാം എന്നാണോ പറയുന്നത്? അതെ, യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം, ഇസ്ലാമിന്റെ എല്ലാവിധ പാഠങ്ങളും വരുന്നത് ഖുർആന് ഹദീസിൽ നിന്നാണ്. അസല് ഈ രണ്ട് സംഗതികൾ ഇതിൽ നിന്നാണ് പിന്നീട് ഇജ്മാ ആയാലും വേണ്ടില്ല, ഖിയാസ് ആയാലും വേണ്ടില്ല, ഇസ്തിസ്ഹാബ് ആയാലും വേണ്ടില്ല, പിന്നെ മുജ്തഹിദീങ്ങളുടെ പല ഇസ്തിംബാത്തുകളായാലും വേണ്ടില്ല, അതായത് പല ഇമാമിങ്ങളോ പല മുൻകാല പണ്ഡിതന്മാരൊക്കെ ഈ രണ്ട് സംഗതിയിൽ നിന്നാണ് ഉള്ളത്. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം ചെയ്യുന്നത് ഇസ്ലാമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ മുസ്ലിങ്ങൾ ചെയ്യുന്നതിൽ ഖുർആനും ഹദീസും പറയുന്നത് മാത്രമേ എന്തുള്ളൂ ഇസ്ലാമാവുകയുള്ളൂ. അതിനാണ് ഇസ്ലാമികം എന്ന് പറയാൻ പറ്റും. അല്ലാതെ എന്തല്ല അവർ ചെയ്യുന്നതെല്ലാം ഇസ്ലാമല്ല. അപ്പോൾ അൽ ഖായിദ അവരുടേതായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനാണ് അവർ കൊടുക്കുന്നത് പല ജിഹാദിൻ്റെ ആയത്തുകൾക്കൊക്കെ. അപ്പോൾ അത് പ്രവാചകർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കോണ്ടെക്സ്റ്റിലാണ് ആ ഒരു സംഗതി കൊടുത്തിട്ടുള്ളത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു സംഹിത രൂപീകരിച്ചത് മാത്രമേ നമ്മൾ ഇസ്ലാമായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവരുടേതായിട്ടുള്ള ഒരു ആശയത്തിന് വേണ്ടി സ്വതന്ത്ര ചിന്തയിൽ നിന്നുണ്ടാകുന്നതല്ല ഇസ്ലാം. അതെ,
സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ തന്നെയാണ്. അതായത് ഇജ്തിഹാദൊക്കെ ശരിക്കും അതാണ്. ഇജ്തിഹാദ് അല്ലെങ്കിൽ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പറയുമ്പോൾ എന്തിനായിരിക്കും പറഞ്ഞിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫുൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോഴാണ് ഒരു മുജ്തഹിദ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്ക് സാധാരണ ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക? ലളിതമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഇസ്ലാമിനെ ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പ്രവർത്തനക്ഷമതൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു സംഹിതക്ക് അല്ലെങ്കിൽ പ്രവർത്തന സംഹിത ഈ ഒരു ഫിഖഹിന് മാത്രം പറയുന്ന പേരല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇസ്ലാം അതിൻ്റെ അപ്പുറത്താണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് ശരിക്കും എന്താണ്? സത്യമായിട്ടുള്ള സത്യം, പരമസത്യം, ആത്യന്തികമായിട്ടുള്ള സത്യം, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്താനുള്ള ഏറ്റവും ശ്രേഷ്ഠമായൊരു മാർഗത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. ഇസ്ലാം കൊണ്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, ഒരു ഖൽഖും ഖാലിഖും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ദൃഢപ്പെടുത്തുക, നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പോൾ ഈ ഫിഖ്ഹോ പോലത്തെ ഈ കർമ്മശാസ്ത്രപരമായിട്ടുള്ള സംഗതികൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു അടിസ്ഥാനം, ഈ ഒരു ആന്തരികമായിട്ടുള്ള ഈ ഒരു ലക്ഷ്യത്തെ സാധൂകരിക്കാൻ, ഇതിനൊരു പ്രാഗ്മറ്റൈസ് ചെയ്യാൻ, ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മളെ ബനി ആദം വരെ നമ്മളെ ബശരീയത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നോ അല്ല വെറുതെ നടന്നാൽ ശരിയാവില്ല, കുറച്ച് നിയമമൊക്കെ ഉണ്ടായിക്കോട്ടെ അപ്പോഴുള്ളൊരു വൈബുള്ളൂ എന്ന് എഴുതി അതിനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കുന്നത്? അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ പല ഇമാമിയങ്ങളും ഇപ്പോൾ ഖസാലി ഇമാം അടക്കമുള്ള ഇമാമിയങ്ങൾ ഈ മഖാസിദു ശരിയ എന്നുള്ളൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. അത് ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് ഒരു മഖ്സദ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഉദാഹരണത്തിന് സക്കാത്ത് എന്നുള്ള ഒരു ശറഅ്, ആ ഒരു ശരീഅത്തിന്റെ നിയമത്തിന് ഒരു മഖ്സദ് ഉണ്ട്, ഒരു ഹിഫ്ളുൽ മാൽ എന്നുള്ള ഒരു മഖ്സദ് ഉണ്ട്. ഇപ്പോൾ ബൈഅന് വേണ്ടത്, അതായത് ഈ എക്കോണമിക് ഇടപാടുകളിൽ ഇസ്ലാമിന് നിയമങ്ങൾ ഉണ്ടാവാൻ കാരണം അതാണ്. പിന്നെ ഹദ് പോലത്തെ ഈ പീനൽ കുറ്റങ്ങൾക്ക് പീനൽ കോഡ് കുറ്റങ്ങൾ ഉണ്ടാവില്ല, കുറ്റകൃത്യങ്ങൾ, വയലൻസ്, ക്രൈം പോലുള്ളതിനെതിരെ നിയമങ്ങൾ ഉണ്ടാവാനുള്ള കാരണം അതാണ്. ഇപ്പോൾ ഈവൻ പൊളിറ്റിക്സിലെ നിയമങ്ങളുണ്ട്, കാലിയാകുന്നതിൽ നിയമമുണ്ട്. ഇപ്പോ സക്കാത്തിനെ പറ്റി പറയുമ്പോൾ അത് സാമൂഹിക എക്കോണമി സുസ്ഥിരമാക്കാൻ. അതെ അതെ അതെ. ഇപ്പൊ ഒരു ഹജ്ജിന്റെ സാധനം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന സാധനത്ത് എനിക്ക് തോന്നിയത്, ഇപ്പൊ ഹജ്ജിന്റെ സാധനം സക്കാത്ത് നമുക്ക് ഗുണമുള്ള സാധനമാണ്, അങ്ങനെ ഒക്കെയാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ ആ ഒരു നല്ലൊരു രീതിയിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നുള്ള ആ ഒരു ഇതില്. പിന്നെ അപ്പൊ നമുക്ക് തോന്നിയതാണ് ഹജ്ജ് എങ്ങനെയാണ് ഇപ്പോ വർക്ക് ചെയ്യുന്നുള്ളത്? ഈ ഒരു ഇലാഹിയായ ബന്ധത്തിലേക്ക് നമ്മൾ ഇതാക്കുന്നുള്ളതിലേക്ക് ഹജ്ജ് പോലുള്ള കർമ്മങ്ങൾ ഉണ്ടാവല്ലോ. അതായത് നമുക്ക് ലാഹിറെന്ന് നിലക്ക് നോക്കുമ്പോൾ അതൊരു സമൂഹത്തിന് ഗുണമില്ലാത്ത ഒരു സാധനമായിട്ട് തോന്നുകയാണെങ്കിലും ഹജ്ജ് വ്യക്തികൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിനെ എങ്ങനെയാണ് അത് ഈ ഫിഖഹിലെ മഖാസിദുകളെ ഒരു 5 വിധങ്ങളായിട്ട് നമ്മളെ പണ്ഡിതന്മാർ, ഷാത്തുബി അടക്കമുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതിൽ ഈ ഹിഫ്ളുദ്ദീൻ, ഹിഫ്ളുൽ മാൽ, ഹിഫ്ളുൽ നസ്ൽ പോലെ 5 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ നിയമം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഷറൈൻ്റെ ഫിഖഹിലെ ഓരോ നിയമം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ ഓരോന്നിനും സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരിക്കും. ഹിഫ്ളുദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുമായിട്ടുള്ള ഒരു ബന്ധത്തെ നേരിട്ട് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, അതിലാണ് നോമ്പ് പെടുക, അതിലാണ് നിസ്കാരം പെടുക, അതിലാണ് ഹജ്ജ് ഉംറ അതിലാണ് പെടുക. അതായത് മറ്റു സംഗതികളൊക്കെ എന്ന് പറഞ്ഞാൽ സാമൂഹിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഒട്ടുമിക്ക നിയമങ്ങളും. ഇപ്പൊ അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോ നമുക്ക് എന്താണെന്നുള്ളത് ആ ഒരു കാര്യം അറിയാം. പക്ഷെ പുറത്തുനിന്നുള്ള വീക്ഷിക്കുമ്പോൾ ഇതൊരു കാട്ടിക്കൂട്ടലുകളാണ് തോന്നുന്നു. ഞാൻ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ തന്നെയാണ്. അത്
അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനമായ ലക്ഷ്യം ഇസ്ലാമിന്റെ. അത് അതിന് ഓരോന്ന് സിംബോളിക് ആയിട്ടാണ് നമ്മൾ അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. എനിക്ക് കർമ്മങ്ങൾക്കും ഹിസ്റ്റോറിക്കലി ഒക്കെ ഇതുണ്ട്. നമ്മളെ ഇസ്ലാമിക ഇതായിട്ട് ഹിസ്റ്റോറിക്കലി കുറെ ഇതുണ്ട്. ഇപ്പം ജംറക്കാണെങ്കിലും സഫാമർക്കാണെങ്കിലും ഒക്കെ ഹിസ്റ്റോറിക്കലി അതെ, അതിലൂടെ നസീഹത്ത് ഉൾക്കൊണ്ട് നമ്മൾ അതിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ട്. അപ്പോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പരമമായ സത്യമായ അള്ളാഹുവിലേക്ക് അടുക്കുക. ആ ഒരു അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉള്ള ഒരു വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു വഴി, ഒരു മെത്തേഡ്, ഒരു വേ ഓഫ് ലിവിങ് നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഇസ്ലാം തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഫിഖ്ഹിൽ പറയുന്ന സംഗതികളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്, ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ്, സക്കാത്ത് പൂർണ്ണമായും കൊടുക്കുമ്പോൾ സാമൂഹിക ഭദ്രത ഉണ്ടാകുന്നു. അപ്പോൾ ആ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികൾക്കും സ്വസ്ഥമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയുമ്പോൾ അവിടെ എന്തുണ്ടാവാണ്, അത് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഭൂമിയിൽ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമസംഹിത. ഈ നല്ലൊരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിലേക്കും ആ ഖാലിക്കും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് എന്താ ഉള്ളൂ ഊട്ടി ഉറപ്പാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഇപ്പോ എന്താണ്, ഭയങ്കര ഫക്കീറായ ഒരാള്, അയാള് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറല്ലേ, അള്ളാഹുവിലെ ചിന്താക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോ ചില സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് ഈ ഫക്കറൊക്കെ കൂടിയാൽ ചിലപ്പോൾ കുഫറിലേക്ക് വരെ എത്തിച്ചേരാൻ പറ്റും. ആണ് ഫക്കറിനെ തൊട്ട് നമ്മളെല്ലാം കാവലിനെ തേടണം. കാരണം എന്താ വെച്ചാൽ അത് ഒരു മനുഷ്യനെ മാറ്റിമറിക്കും. അപ്പൊ അങ്ങനൊരു സാഹചര്യം ഇല്ലാതിരിക്കാൻ അവർക്കും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിട്ട് സക്കാത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ എന്താണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിലല്ലേ അവര് അവരുടെ ഭരണകാലത്ത് സക്കാത്ത് ഭയങ്കര സ്ട്രിക്റ്റായി നോക്കി, ഭയങ്കര സ്ട്രിക്റ്റായി അത് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ എന്തുണ്ടായി, മൂപ്പരെ കോൺസ്റ്റിറ്റ്യൂന്റ്, മൂപ്പരുടെ ആ ഒരു ഭരണകേന്ദ്രത്തില് ഒരു ഫക്കീർ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും റാഹത്താവുമ്പോ എന്താ, ജീവിതം സ്വസ്ഥായാല് അള്ളാഹുവിലേക്ക് എടുക്കാലോ. അതെ, അപ്പോ ആത്യന്തികമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, ആ ഒരു പരമസത്യത്തെ തിരിച്ചറിഞ്ഞ്, അതാണ് ആ ഒരു പരമസത്യത്തെ തിരിച്ചറിയാനും ആ പരമസത്യത്തിലേക്ക് അടുക്കലുമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത്ര മാത്രമേ ശരിക്കും ഇസ്ലാം. ഈ ഹജ്ജിന്റെ ഇതൊക്കെ നോക്കാം, പക്ഷെ കുറെ ആൾക്കാരും ഈ തെറ്റിദ്ധാരണ സാധനമാണ് ഇസ്ലാമിന്റെ ഈ ഹജ്ജിന് നിയമങ്ങൾ പുറത്തൊക്കെ തല പോകുക, അങ്ങനെ എന്ത് പറഞ്ഞാലും തല പോകും. സൗദിനൊക്കെ മൊത്തത്തിൽ എല്ലാവരും. പക്ഷെ നമ്മുടെ സ്റ്റാറ്റസ് നോക്കുമ്പോ അവിടെയൊക്കെ ഇങ്ങനത്തെ കുറ്റങ്ങളൊക്കെ അതുണ്ട്. ഇപ്പൊ ഈ ഒരു ഇസ്ലാമ് നമ്മൾ കാണുമ്പോൾ കൊന്നവനെ തിരിച്ചു കൊല്ലണം. പക്ഷെ അവനെ കൊല്ലുന്നതിന് ഇപ്പൊ സിന ചെയ്തവന് എറിഞ്ഞു കൊല്ലണം എന്ന് പറയുമ്പോ ഒറ്റടിക്ക് സിന ചെയ്തെന്ന് പറഞ്ഞ് ആരോപിച്ചെറിഞ്ഞു കൊല്ലാന്നുള്ളതല്ല. പൊതുസമൂഹത്തിന്റെ ഇടയിൽ ജിന ചെയ്യുക എന്നുള്ളതാണ്. 4 ആൾക്ക് 4 സാക്ഷികൾ വേണം. അപ്പൊ 4 സാക്ഷികൾ കാണിക്കെ ജിന ചെയ്യാന്നുള്ളത് അതാണ്. അത് അപ്പൊ നമ്മള് നിയമങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ ഉള്ളത് സാമൂഹിക ഭദ്രതയാണ്. ഈ നിയമത്തിന്റെ ഒക്കെ ഇതിനെ ലംഘിക്കാൻ പാടില്ല, ഇതിനെ പവിത്രമായി കാണണം. സാമൂഹിക ഭദ്രതയ്ക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിലും ഈ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ആൾക്കാരിങ്ങനെ ലംഘിച്ചു തുടങ്ങിയാൽ എന്താണ്, സമൂഹം കുട്ടിച്ചോറാവും. അപ്പൊ ഇതിനെന്താവണം, നമ്മൾ അംഗീകരിക്കണം. ഇതിനെ നമ്മൾ പവിത്രവൽക്കരിച്ചുകൊണ്ട് നമ്മൾ എന്താവണം. നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ അത് നടപ്പിലാക്കാനുള്ള വഴികളാണ്, അതിന് ചികഞ്ഞെടുക്കാനുള്ള വഴികൾ ടഫാണ് എന്നാണ് എല്ലാ നിയമങ്ങളും. ഈ സിനയുടെ കാര്യത്തിന്റെ കാര്യത്തിൽ ഇപ്പം നിയമം നടപ്പിലാവണമെന്നില്ല, ഇതില്ല. നിയമം ഉണ്ടെന്നുള്ളതല്ലാതെ എല്ലാ നിയമങ്ങളും നടപ്പിലായി. ഇപ്പൊ മായിന്റെ ഒരു കഥ ഉണ്ടല്ലോ, 3-4 വട്ടം അതിനുണ്ടാക്കുന്നുണ്ട്. ഈ കള്ളു പിടിച്ചതായിരിക്കും, അങ്ങനെ വായിക്ക് പേര് വെച്ച് അങ്ങനെ പറയുന്നത് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് സാധനം. അതിന് ഇതിലെന്താ തോപ് ഉണ്ടാവുക സാധനം. അങ്ങനെ നിയമം നടപ്പിലാക്കണമെന്നല്ല, നിയമങ്ങൾ ഉണ്ടാവാന്നല്ല, എല്ലാം നടപ്പിലാക്കണം നിർബന്ധമില്ല. ഒരു സാധനം നിയമങ്ങൾ ഉണ്ടാവുക, ആൾക്കാരെ ആ സാധനത്തിൽ പിന്തിരിപ്പിക്കാന്നുള്ളതായിരുന്നു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ബോധം ഉണ്ടാക്കുക, എല്ലാവരും ഈ നിയമം പാലിക്കാന്നുള്ള ഒരു കണിശത ഉണ്ടാവുമ്പോഴേ സമൂഹ ഭദ്രത ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിലേക്ക് എത്തുക,
ദൈവവും അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അസ്ലമ എന്നുള്ളതിനെ ശരിക്ക് ഇസ്ലാം എന്നുള്ളതിന് അസ്ലം എന്നുള്ള പദത്തിന്റെ സബ്മിഷൻ എന്നുള്ള അർത്ഥം. അസ്ലമ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും സബ്മിറ്റ് ചെയ്യുക, കീഴടങ്ങാന്നാണ് അസ്ലമ എന്ന് പറഞ്ഞാൽ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കീഴടങ്ങൽ എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ കീഴടങ്ങൽ, ആ ഒരു പരമസത്യത്തിന്റെ മുന്നിൽ കീഴടങ്ങൽ എന്നാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. മൊത്തത്തില് ഇസ്ലാം എന്ന് പറഞ്ഞാല് അള്ളാഹുലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി, അതായത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇപ്പൊ നിലവിലുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഇസ്ലാം മതം എന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വരുന്നുള്ള ഡൗട്ട് എന്ന് വെച്ചാല്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നല്ലതല്ലാത്ത വഴികളും ഉണ്ട്, അതായത് മറ്റു വഴികളിലൂടെയും അള്ളാഹിലേക്ക് എത്താനുള്ള ആ ഒരു, അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നാൻ അങ്ങനെയല്ലേ, ഇസ്ലാം അല്ലാത്ത ഒരു മതത്തിലൂടെ അള്ളാഹുലേക്ക് എത്തുകയാണെങ്കിൽ അത് ശരിയല്ല എന്നുള്ളൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത്രക്ക് കേൾക്കുമ്പോൾ ചിന്ത നല്ലത് എന്ന് പറയുമ്പോ, നല്ല വഴി എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്ത എന്നതാണ്. ഇത് നമ്മള് മനുഷ്യരാശിയുടെ നമ്മളെന്താണ് പറയാ, അതിന്റെ നമ്മുടെ തന്നെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ അല്ല, മൊത്തം ആദ്യ നബി മുതൽ ഉള്ള മനുഷ്യരുടെ ആ ഒരു ചിന്ത സംഗതികളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇസ്ലാമിക ഇതിൽ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതെന്ന് വെച്ചാൽ, ലോകത്ത് ഏതൊക്കെ ഖൗമുകളുണ്ടോ അവിടെയെല്ലാം നാം റസൂലിനെ അയച്ചിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു സ്വരീഹായിട്ട് ഖുർആനിൽ പറയുന്ന സാധനമാണ്. അതിനാരും എതിർക്കാൻ കഴിയില്ല. എവിടൊക്കെ ഖൗമുകളുണ്ടോ, ഒരു ഖൗമായിട്ട് സമൂഹമായിട്ട് ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്നുണ്ട്, ആ സൊസൈറ്റിയിലൊക്കെ അള്ളാഹുവിൻ്റെ സന്ദേശം, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സന്ദേശം എത്തിക്കാൻ ആൾക്കാർ എത്തിയിട്ടുണ്ട്. 300-ൽ പരം മുർസലീങ്ങൾ തന്നെ ഉണ്ട്. അതായത് സ്വന്തമായിട്ട് ശരിയാത്തുള്ളവർ. 1,24,000 അമ്പിയാക്കൾ മാത്രമുണ്ട്. അമ്പിയാക്കൾ മാത്രമായിട്ട് 1,24,000. പിന്നെ ഔലിയാക്കൾ വേറെ, സ്വാലിഹീങ്ങൾ വേറെ, ഉലമാക്കൾ വേറെ. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് മുമ്പുള്ള ആളുകളാണ്. അപ്പോൾ അത് തന്നെ ഇസ്ലാം മതം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? തൗഹീദാണ്. അത് അള്ളാഹു ഏകനാണ്. അള്ളാഹുവും നാമും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ദൃഢപ്പെടുത്തണം എന്നുള്ളതൊക്കെയാണ് മുഹമ്മദ് നബി അലൈഹി സ്വലാം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതേ അടിസ്ഥാനം എന്നുള്ളത് യഥാർത്ഥത്തിൽ നബി ആദ്യമായിട്ടൊന്നല്ല, നബിയല്ല അത് ആദ്യമായിട്ട് ആ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ആദ്യ നബി മുതൽ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരൊക്കെ പറഞ്ഞ ആശയം ഇതാണ്. ഇന്ന് നിലവിലുള്ള അതന്നെ അല്ല, അതില് ഈ ഒരു ഫിഖ്, നമ്മൾ നേരത്തെ ഫിഖിനെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ, ഈ ഒരു ഫിഖഹിയായ വശം മാത്രമേ അതിൽ എന്താവുന്നുള്ളൂ, മാറുന്നുള്ളൂ. ഒരു അഖീദ, ആ ആദർശം ആദ്യ നബി മുതൽ ഇനി ഈസാ നബി തിരിച്ചു വരുമ്പോഴും ഇനി ഖിയാം നാൾ വരെയും ഇസ്ലാമിന്റെ ആദർശം ഒറ്റ ആശയാണ്. ആ ആശയാണ് തുടർന്നു പോകുന്നത്. അപ്പോൾ ഇനി മറ്റു മതസ്ഥരെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മറ്റു മതസ്ഥർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയുള്ളത്? ഒന്ന് ക്രിസ്ത്യാനിറ്റി, പിന്നെ ജൂതായിസം, പിന്നെ സോറോആസ്ട്രിയനിസം, പിന്നെ നമ്മളെ ഹിന്ദു മതങ്ങൾ പോലത്തെ സംഗതികളൊക്കെ. അപ്പോൾ ഇവരിലൊക്കെ ഒരു സത്യാന്വേഷണം ഇല്ലയെന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അവരിൽ സത്യാന്വേഷണം ഉണ്ട്, സത്യാന്വേഷണം. പക്ഷെ അവർ അന്വേഷിക്കുന്ന മാർഗം, മിതം, അത് ശരിയാണോ അല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇഞ്ചീൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയിലൂടെ ഇറക്കി കൊടുത്ത സംഗതിയാണ്. അതിലെന്താ ഉള്ളത്? അള്ളാഹു സത്യം മാത്രമല്ല അതിലൂടെ പറഞ്ഞിട്ടുള്ളൂ, തൗഹീദിന്റെ വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളൂ. തൗറാത്ത് മൂസാ നബിയിലൂടെ ജൂതായിസത്തിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? ആ ഒരു തൗഹീദിന്റെ. അപ്പോൾ എന്താണ് ഈ ഒരു തൗഹീദിൽ വിശ്വസിക്കുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഉണ്ട്. അഹ്ലി കിതാബിൽ എന്തുണ്ട്? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ജൂതായിസത്തിൽ ഓർത്തഡോക്സ് ജൂയിഷ് എന്തുണ്ട്? ഒരുപാട് വിശ്വാസികളുണ്ട്. ഇപ്പോൾ ഇവൻ നമ്മുടെ എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗ്രീക്ക് ഫിലോസഫിയിൽ പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ പ്ലാറ്റോയെ കുറിച്ചൊക്കെ ഒരു പ്രവാചകനാകാന്നുള്ള അഭിപ്രായമൊക്കെ ഇബ്നു അറബിയൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹെർമറ്റിസിസം ഇതിൻ്റെക്കാളും കുറച്ച് മുമ്പുള്ള കുറച്ച് ഒരു ഇതാണ്. അത് ഇദ്രീസ് നബിയായിട്ട് അവിടെ
പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ആൾക്കാർക്ക് ഇപ്പൊ ഗൗതമ ബുദ്ധനെ കുറിച്ച് പ്രവാചകനുള്ള അഭിപ്രായം ഉണ്ട്, രാമനെ കുറിച്ച് ഉണ്ട്. അതൊക്കെ അതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ അല്ലാന്നും കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അവര് വെക്കുന്ന ആശയം ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു ആശയത്തിൽ അതിൻ്റെ ഒരു ചോയ അവരിലുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ വേദങ്ങളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേദാന്തങ്ങൾ ഉണ്ടാവില്ലേ, ഉപനിഷത്ത്, ശേഷം ഈ വേദാന്തങ്ങളിൽ എന്താണ് അവരുടെ ദൈവത്തെ കുറിച്ച് അവർ പറയുമ്പോൾ കറക്റ്റ് ഖുർആനിൽ പറയുന്നത് പോലത്തെ ഒരു 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 ഇമേജാണ്, ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഒരു പങ്കാളി ഇല്ലാത്ത, ഏകനായ, നമുക്ക് കാണാൻ കഴിയാത്ത, മനുഷ്യനൊരിക്കലും ചിന്തിച്ചെത്താൻ പറ്റാത്ത ഒരാളാണ് ദൈവം എന്നാണ് അവര് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ്. അപ്പൊ പിന്നീട് അത് അവരുടെ മനസ്സിലാക്കലും പിന്നെ തലമുറകൾ കാരണമായിട്ട് ഇങ്ങനെ മാറി മാറി പോയതാണ്. അപ്പോൾ സത്യാന്വേഷണം ശരിയാണ്. സത്യാന്വേഷണം എന്നുള്ളത് എല്ലാ മതത്തിലും ഉണ്ടാകും. എല്ലാ മതത്തിലും എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക മതത്തിലും ഉണ്ടാകും. ഇപ്പോൾ ഈ ദൈവികമല്ലാത്ത മതങ്ങളും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഹെത്തിസം ഒക്കെ ഒരു മതമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനല്ല. ഈ ദൈവം എന്നുള്ള കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്ന മതങ്ങളിലൊക്കെ ഈ ഒരു സത്യാന്വേഷണം ഒരു പരിധി വരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ ഒരു സത്യാന്വേഷണം പൂർണ്ണമല്ല. കാരണം അവരിൽ ഒരുപാട് ഡൈവേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ആ ഒരു സത്യാന്വേഷണം പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു നിയമസംഹിത ഉണ്ടല്ലോ, അത് പൂർണ്ണമായും പാലിച്ചാൽ എന്താൻ കഴിയുള്ളൂ, വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു ഖാലിഖിലേക്ക്, ആ ഒരു പരമസത്യത്തിലേക്ക് നമുക്കാണ് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അത് എല്ലാം ഇല്ല ഇത് പെരിനി ഫിലോസഫിക്ക് എത്തില്ല, അങ്ങോട്ട് എത്തില്ല. സർവ്വമത സത്യവാദം, പെരനിയൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും പറയുന്നത് ഒറ്റ സാധനമാണ്, അവരൊക്കെ വിശ്വസിക്കുന്നത് ഒറ്റ സംഗതിയാണ്. ഏത് മതം വിശ്വസിച്ചാലും അതിന്റെ എഫക്റ്റ് ഒരേപോലെയാണെന്നാ പറയാ. അല്ല, സാമ്യത അല്ല, എല്ലാത്തിന്റെയും അടിസ്ഥാനം ഒന്നായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ മതത്തിൽ ഇപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മതത്തിൽ എന്തുണ്ടാകാം, ആ ഒരു സത്യത്തിന്റെ ചില അംശങ്ങളോ സത്യത്തിന്റെ ആ ഒരു സംഗതികളൊക്കെ ഉണ്ടാകാം. അതായത് ഏകദൈവ മോണോത്തിസം അല്ലെങ്കിൽ ഇലാഹു വാഹിദിലേക്ക് പോകുന്ന ഒരു റൂട്ടിങ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഓക്കെ, പക്ഷെ അതെന്തല്ല, പരിപൂർണമായിട്ട് ഇതല്ല. കാരണം ആ ഒരു റൂട്ട് പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ ആ സാമൂഹിക ചുറ്റുപാട്, ആ ഒരു ഫ്രെയിം വർക്കിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാം. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്ര കണിശമാക്കുന്നത്, നിയമം കണിശമായി, ഫിഖ്ഹിനെ കണിശമാക്കാൻ. കാരണം ഈ ഒരു റൂട്ടിലൂടെ പോയാലാണ് നമുക്ക് ആ ഒരു ഇലാഹ് ഖാലിഖ് എന്നുള്ള ബന്ധത്തെ പൂർണ്ണമായും സ്ഥാപിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന വിശ്വാസം, ആചാരങ്ങൾ, മുൻപുണ്ടായിരുന്ന ഫ്രെയിം വർക്കുകൾ, ഓരോ മതത്തിനും അല്ലാഹ് ഓരോ ഫ്രെയിം വർക്ക് കൊടുത്തുകൊണ്ടു ഈ ഒരു ഇലാഹിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എല്ലാ മതങ്ങളുടെ ഈ ആചാരങ്ങളും നിയമങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ മുഹമ്മദീയ മതം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ അവതരിപ്പിച്ചപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഫ്രെയിം വർക്കുകളെല്ലാം നസ്ഖ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ പറ്റൂല, അത് നസ്ഖ് ചെയ്യപ്പെട്ടു. ഇഞ്ചീൽ നസ്ഖ് ചെയ്യപ്പെട്ടു, തൗറാത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു, സബൂർ നസ്ഖ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഇപ്പോ ഇത് വന്നതോട് കൂടിയിട്ട്, ലേറ്റസ്റ്റ് വന്നതോട് കൂടിയിട്ട് ഓൾഡ് വെർഷൻസിനൊക്കെ ബാൻ ചെയ്തില്ല. അതാണ് ഉണ്ടായത്. ഇതിലേക്ക് സ്വീകരിച്ചു വരണം. അതാണ്. അപ്പൊ ഒരു നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് തിരിച്ചറിയണം. ഇപ്പോ ഒരു ഇപ്പോ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാള് ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു റബ്ബാനി ജൂയിഷ് ആയിട്ടുള്ള ഒരാളൊക്കെ ഏകദൈവത്തിൽ വിശ്വാസമുള്ള ഒരാൾ, അയാള് ഇസ്ലാം ആണ് ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പ് എന്ന് ബോധ്യപ്പെട്ടാൽ ഇസ്ലാമിക്ക് വരൽ നിർബന്ധമാണ്. സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ വിശാലമായ ചർച്ച. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ആയ ഒരാൾ ജീവിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തെങ്കിൽ അങ്ങനെ ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇസ്ലാം തന്നെയാണല്ലോ എന്ന് ബോധ്യപ്പെട്ടില്ല. അയാള് അദ്ദേഹത്തിന്റെ മതം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കൃത്യമായി ജീവിക്കാറുണ്ട്. അപ്പോ അദ്ദേഹത്തിനെ പറ്റി ഇപ്പോ അദ്ദേഹം സ്വർഗത്തിലാണോ നരകത്തിലാണോ എങ്ങനെ പറയാം?
അദ്ദേഹത്തിന്റെ അദ്ദേഹം കൃത്യമായി ഇതാക്കാൻ, പക്ഷെ ഇസ്ലാമിനെ അദ്ദേഹത്തിന് എത്തിച്ചില്ല. ഇപ്പൊ അപ്പൊ നാളെ മൂപ്പര് എനിക്ക് ഇത് എത്തിയിട്ടില്ല. കാരണം അതെ, ഈ ഒരു വിഷയത്തില് നമ്മളെ കാലത്തിന്റെ ഇടയിലുള്ളവർക്ക്, അതായത് ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുടെ കാര്യങ്ങൾ ഇപ്പോഴും കാര്യമാണ്. അതേപോലെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് എത്തിയില്ല, ഇസ്ലാം എത്തിയില്ല, ബോധ്യപ്പെട്ടില്ല. അപ്പൊ അവരുടെ എങ്ങനെയാണ് ഇപ്പൊ അവരെ നോക്കി കാണേണ്ടതെന്നല്ലേ. അപ്പൊ ആദ്യം വലിയൊരു ചോദ്യമാണിത്, കുറെ പാർട്ടുകളുടെ ചോദ്യമാണ്. അപ്പൊ അവരെങ്ങനെ നോക്കി കാണേണ്ടതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ട്. കാരണം നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർ ഒരു മുസ്ലിം എന്നുള്ളത് എന്താണ്, ഒരു മുസ്ലിം എന്നുള്ളത് നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ മറ്റു മുസ്ലിം തിരിച്ചറിയുന്നത് ഷഹാദത്ത് കലിമ ചെല്ലുമ്പോഴാണ്. ഒരാൾ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലും മുസ്ലിം ആവില്ല. ആ ഷഹാദത്ത് കലിമ പൂർണ്ണമായും ചൊല്ലണം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴാണ് മുസ്ലിം ആവുക. ഇസ്ലാമിന്റെ ആനുകൂല്യം ദുനിയാവിൽ ലഭിക്കണമെങ്കിൽ അത് ഇത് ഇങ്ങനെ ഉച്ചരിക്കണം. അതാണ് പറഞ്ഞത്. അയാളിന് എന്താണ്, സ്വർഗത്തിലാണോ നരകത്തിലാണോ, അയാൾക്ക് എത്ര ഖിലാസ് ഉണ്ട്, അയാൾ റിയാവ് കൊണ്ടാണോ, അത് പടച്ചോനും അയാളും തമ്മിലുള്ള സംഗതിയാണ്. അത് പറഞ്ഞാൽ അള്ളാഹു ഉത്തരവ് പറഞ്ഞിട്ടുള്ളൂ. എന്ത് ലൈസ ബി ളല്ലാമിൽ ലിൽ അബീദ് എന്നാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും എന്താവൂല അള്ളാഹു ഒരാളെ ഞായല്ലാതെ അള്ളാഹു എന്താവില്ല, ആരും ശിക്ഷിക്കൂല. അത്ര മനസ്സിലാക്കുക, അത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അള്ളാഹു ശിക്ഷിക്കണം നിർബന്ധമാണെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കൽ നിർബന്ധമാണെന്നോ, അല്ല അള്ളാഹുവിനെ അതിൽ നമുക്ക് നമ്മളൊന്നും കിട്ടൂല, കിട്ടാൻ പാടില്ല. കാരണം അതാണ് സംഗതിയല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഖാലിസായിട്ട് ജീവിച്ച ഒരാൾക്ക് അള്ളാഹു എങ്ങനെ നോക്കുക എന്നുള്ളത് അയാളുടെ ഇഖ്ലാസ്, അയാളുടെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത്, അയാൾ ഇസ്ലാമിനെ ബോധ്യപ്പെട്ടിട്ടും പിന്നെയും താക്കാതിരുന്നതാണോ അല്ലേ, അല്ല അയാൾ പിന്നെ ബൈബിള് മറിച്ചപ്പോൾ മുഹമ്മദ് നബിൻ്റെ കുറേ സംഗതികൾ സിഫാത്തുകളൊക്കെ കണ്ടു, അപ്പോൾ തിരിച്ചറിഞ്ഞു തന്നെയല്ലേ എന്നിട്ടും മൂപ്പര് എന്താണ് വിശ്വസിച്ചില്ല എന്നുള്ളതാണോ നമുക്കറിയില്ലല്ലോ. അയാളുടെ കൽബിൻ്റെ ഉള്ളിലുള്ള സംഗതികളല്ലേ, അത് അയാളുടെ കൽബും അള്ളാഹും ഡീൽ ചെയ്ത് നമുക്ക് ലാഹിർ. അയാള് എന്തായാലും ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ല, അപ്പൊ അയാൾ കാഫിർ എന്ന് പറയും. അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മൾ മുമ്പിൽ കാണുന്ന എല്ലാവർക്കും ഇസ്ലാമിനെ നമ്മൾ കൃത്യമായി പറഞ്ഞു. അതാണ്. അപ്പൊ ഇവര് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. എന്ത് ഇപ്പൊ അയാൾ അള്ളാഹുവിനോട് ചെന്ന് പറയാണ്, പടച്ചോനെ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇത് പുതിയ നമ്മളല്ലേ ഇപ്പൊ വാട്സപ്പിനൊക്കെ പുതിയ വെർഷൻ വരുമ്പോൾ നമ്മളറിയില്ലല്ലോ, പുതിയ സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ടാവും. അതേപോലെ ക്രിസ്ത്യാനിക്ക് പുതിയ വെർഷൻ വന്നീനോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, പടച്ചോനെ അറിഞ്ഞോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാല് അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏൽക്കേണ്ടി വരും. കാരണം മുഅ്മിനായ ഒരാൾക്ക് ദഅവത്ത് ചെയ്യൽ നിർബന്ധമാണ്. അത് എത്തിച്ചു കൊടുക്കുക, ഇതാണ് കേട്ടോ പുതിയത്, നിങ്ങൾ സംഗതി ശരിയാണ്, ഏകദൈവം ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ ഇതാണ് ഉണ്ട്. ഇപ്പോ ഭയങ്കര ഖാലിസായിട്ടുള്ള അന്യമതസ്ഥരൊക്കെ ഉണ്ട്. ഇങ്ങനെ രാവിലെ ഈ ഭയങ്കര തണുപ്പത്ത് 3 മണിക്കൊക്കെ നീച്ച് എന്താണ് ഈ അമ്പലക്കുളത്തിലൊക്കെ മുങ്ങി പൊന്തി പിന്നെ തൊഴുത് അങ്ങനത്തെ ടീംസ്. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം, അതിൻ്റെ എന്താണ് പ്രസക്തി എന്താണെന്നൊക്കെ ശരിക്കും തിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എന്താവാം എന്നെ മനസ്സിലാക്കി ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ അത് മനസ്സിലാക്കി കൊടുക്കുക മാത്രമല്ല, ഇത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് അവിടെ പ്രധാനം. അതിനാണ് ഹിദായത്ത് എന്ന് പറയുക, ബോധ്യപ്പെടുക. അപ്പൊ അത് അള്ളാഹുവിൽ നിന്നേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്താ കഴിയുള്ളൂ, നമുക്ക് തബ്ലീഗ് മാത്രം. നബിയോട് അങ്ങനല്ല പറഞ്ഞത്. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് മാത്രമാണ് ഹിദായത്ത്. അപ്പൊ നമ്മൾ എത്തിച്ചു കൊടുക്കുക, അതങ്ങനെ തന്നെ ഇതാവുള്ളൂ. ഞാൻ ചിന്തിച്ചപ്പോ ഈ മതങ്ങളെ എന്ന് പറഞ്ഞല്ലോ, അപ്പം എല്ലാ മതങ്ങളും ഒരു സാധനം പിന്നെ മാറുന്നത് തന്നെ. ഇപ്പൊ ഈ ഹിന്ദുയിസത്തിലൊക്കെ അങ്ങനെ സാധനം ഉണ്ടല്ലോ, ഈ ബ്രഹ്മാവ് എന്നുള്ള സാധനത്തിന്. ഉണ്ട്. അതെ. ഈ ഹിന്ദുയിസത്തില് ഞാൻ പറഞ്ഞ ഓർത്ത്, ഇപ്പൊ ഹിന്ദുയിസത്തില്
എന്താണ് ഈ അവരുടെ ഏറ്റവും പരമമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ദൈവമുണ്ട്. ഈ ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ഒരു ബ്രഹ്മാൻ എന്നൊക്കെ പറയുന്ന ഇല്ല അവര് രൂപം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര സിംബോളിക് ആയിട്ട് അതിന് രൂപം കൊടുക്കാറുണ്ട്. ഭയങ്കര സിംബോളിക് ആയിട്ട് രൂപം കൊടുക്കാറുണ്ട്. അതിന് 4 തല ഉണ്ടാവും, ഇങ്ങോട്ട് 4 സൈഡുക്കുള്ള. അതിന് അവർ പറയുന്നത് എല്ലാ സ്ഥലത്തേക്കും ഒപ്പം കാണുന്ന, അതായത് ബസീർ എന്നുള്ള ഒരർത്ഥത്തിൽ എല്ലാത്തിനെയും ഒപ്പം ഉൾക്കൊള്ളുന്ന സെമിയ, എല്ലാത്തിനെയും നമ്മൾ കാണുമ്പോൾ മുന്നിക്ക് മാത്രമല്ലേ കാണുള്ളൂ. പക്ഷെ യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, എല്ലാം കാണുന്ന ബസീറായിട്ടുള്ള ആ ഒരു സിഫത്തിനെ ആ രൂപം കൊടുക്കുന്നത് ശരിക്കും അങ്ങനെയാണ്. ഇപ്പോൾ ബാക്കിയുള്ള എന്തുകൊണ്ടാണ് പിന്നെ ഈ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ ദൈവം ഉണ്ടല്ലോ, ഒരു ഇലാഹും വാഹിദ്. ഈ ഒരു ഇലാഹും വാഹിദിനെ അവരെന്താക്കി പിന്നീട് ഓരോ സിഫത്തുകൾക്കും അവരെന്തായി ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് ഇപ്പോൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് ലക്ഷ്മി ദേവത. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശരിക്കും ഐശ്വര്യത്തിന് പറയുന്ന ഒരു നല്ലൊരു പേര്, ഭാഗ്യലക്ഷ്മി എന്നുള്ളത്. അപ്പോൾ നമുക്കും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ ഖനി എന്ന് പറഞ്ഞ സിഫത്ത് കൊടുക്കും. അള്ളാഹു ഐശ്വര്യവാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമ്പത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹു യാ ഖനി എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ഇരുന്നാൽ ആ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ അതേ സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മാവിന് എന്തുണ്ട്, ഒരു എന്താണ് ഒരു ഐശ്വര്യം എന്നിട്ടുള്ള ഒരു എന്താണ് സിഫത്തുണ്ട്. പവർ ഉണ്ട്. ആ ഒരു പവറിനെ എന്താണ്, ആ ഒരു പവർ മുഖേന ബ്രഹ്മാവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ പവറിനെ മാത്രം എന്തായി അവര് ഒന്ന് സിംബലൈസ് ചെയ്തു. ഒരു വിഗ്രഹമായിട്ട് ഒരു ലക്ഷ്മി ദേവത എന്നുള്ള രൂപത്തിൽ കൊണ്ടുവച്ചു. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവർക്ക് സമ്പത്തിന്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ ലക്ഷ്മി ദേവതയോട് പറയും. ശരിക്കും എന്താണ് ബ്രഹ്മാവിന്റെ ഈ ഒരു ഖനിയ എന്നുള്ള ആ ഒരു സിഫത്തിനോടാണ് ശരിക്കും അവർ പറയുന്നത്. അതാണ് പറഞ്ഞു വരുന്നതാണ് ആദ്യകാലത്ത് ഇങ്ങനെ ആയിരുന്നു അവരുടെ ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് എന്തായി, ഇവര് ലക്ഷ്മി എന്നുള്ള ഒരു ഒറിജിനൽ മാഹിയെ തന്നെ ഉണ്ട്. അതൊരു ദൈവം, ഒരു ഇൻഡിപെൻഡന്റ് ദൈവമാണ്. പിന്നെ ആ ബ്രഹ്മാവ് ഓരോ കുലത്തിനെയും എന്താക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു വിഗ്രഹം ഉണ്ടാകുമ്പോ പിന്നെ കുലദൈവമാണ്, അതൊരു കുലദൈവമായി മാറും. അല്ല ഈ ഒരു പഠനവും എന്തുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അല്ലാത്തോ അവരുടെ ഈ ഒരു എന്താണ് ബഹുദൈവത്തിൽ വേരൂന്നി വിശ്വസിക്കുന്നവർക്ക് പല വിശദീകരണങ്ങളും ഉണ്ട്. ഇത് ഈ എന്താണ് ഈ വേദാന്തങ്ങളിലുള്ള ഇതിന്റെ ഒരു ആന്ത്രപ്പോളജിക്കൽ വിശദീകരണമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മളതിലുണ്ടല്ലോ ഇതിന് ഒരുപാട് ഉദാഹരണം ഈ വിഗ്രഹത്തിനെ പറ്റിയാണ്. ആൾക്കാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും, പിന്നെ അത് പിന്നെ വേറൊരു ബിൽഖീസ് രാജ്ഞിന്റെ ഒരു കഥ വളരെ പ്രസക്തവും പ്രശസ്തവുമാണ്. എന്താ വെച്ചാല് സ്വന്തം പിതാവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് പിതാവിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കും. അപ്പോൾ അത് ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് എന്തായി, ഒരു ആരാധന രൂപത്തിലേക്ക് മാറി. അപ്പൊ അവിടെയാണ് ആ ഡൈവേഷൻ വരുന്നത്. അപ്പോ ഇസ്ലാം പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് എന്താണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഭയങ്കര എക്സോട്ടിക് ഒന്നല്ല. ഐ മീൻ ഒരു ഖൽക്കും ഖാലിക്കും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് എന്താണ്, ഒരു യൂണിവേഴ്സൽ ആവശ്യമാണ് ഒരു മനുഷ്യന്, ഏതൊരു മനുഷ്യനും. ഇപ്പോൾ എന്താണ് വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ അവർക്ക് ഇതുള്ള അപ്പോൾ അവരോടൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുക എന്നുള്ളൊരു സംഗതിയൊക്കെ ഇതിൽ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ചെറിയൊരു സംഗതി പ്രത്യേകിച്ച് മനസ്സിലാക്കാന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇത് കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്രത്ത് തന്നെയാണ് എല്ലാവരും ജനിക്കുന്നത്. അപ്പോൾ ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും ആ ഒരു ഫിത്രത്തുണ്ട്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട്, എന്നെ സൃഷ്ടിച്ച ഒരാളുണ്ട്. ഇതിനൊക്കെ കാരണക്കാരായ ഒരു സൂപ്പർ പവർ ഒരു മേലെ ഉണ്ട്. അതാണ് ഒരു ഫിത്രത്തിന്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും ജനിക്കുന്നത് ഈ ഒരു ഏകദൈവ വിശ്വാസം കൊണ്ടാണ് ജനിക്കുന്നത്. പിന്നെ അവരെ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, പിന്നെ അവരുടെ വീട്ടിലത്തെ സാഹചര്യങ്ങൾ, അറ്റ്മോസ്ഫിയർ, അതൊക്കെയാണ് പിന്നെ അതിനെ സ്വാധീനിക്കുന്നത്.
അപ്പോൾ നമ്മളൊന്നുകൂടി തമ്പീഹ് ചെയ്ത് കൊടുക്കുക. ഈ ദഅവത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി ഇതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് അറിയുന്ന സാധനം തന്നെയാണ് ഇത്. എന്താണ്, രണ്ട് ദൈവം ഉണ്ടെങ്കിൽ നടക്കൂല, സംഗതി റെഡി ആവില്ല. ഒറ്റ ദൈവം ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ഉണ്ടാവുന്ന ദൈവം തന്നെ എങ്ങനെ ആവണം? അള്ളാഹു, നമ്മൾ ഇസ്ലാം പറയുന്നത് പോലെ ഏകനാവണം, നല്ല പൂർണ്ണാധികാരം വേണം, നല്ല ദൈവമാവുള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുത്താൽ എന്തായി? ഇസ്ലാം പറയുന്ന ദൈവം ഏകദൈവ വിശ്വാസിയായി. ഇതിനിപ്പോ നമ്മളിപ്പോ പരമ്പരാഗത മുസ്ലിമെ സ്വയം അള്ളാഹിലേക്ക് കണ്ടെത്തണം. അത് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട്. എന്ത്, ഇപ്പോ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഷഹാദത്ത് കലിമ മനസ്സുറപ്പിച്ച് ഒന്നുകൂടി ചെല്ലിയാലേ അയാള് മുസ്ലിം ആവുള്ളൂ. അങ്ങനെ പറയുമ്പോ അള്ളാഹിനെ കണ്ടെത്താന്നുള്ളതല്ലേ ഇസ്ലാം. അപ്പോ നമ്മളെല്ലാം പരമ്പരാഗതമായിട്ട് മുസ്ലിമായി വന്നവരാണ്. അങ്ങനെ പരമ്പരാഗതമായിട്ട് മുസ്ലിമായിട്ട് അള്ളാഹുവിനെ ഇപ്പൊ നമ്മള് പ്രവിതാക്കന്മാർ മുസ്ലിം ആയതുകൊണ്ട് നമ്മള് മുസ്ലിമായി. എന്നിട്ട് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അതായത് ആ ഒരു ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു കൃത്യമായ ഒരു ബന്ധമുണ്ടല്ലോ, അത് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മള് ഇപ്പൊ അതിന്റെ തുടക്കം തന്നെ അതില് പിഴവുണ്ട്. നിങ്ങൾ പറഞ്ഞ തുടക്കത്തിൽ തന്നെ അതിന്റെ പ്രശ്നം എന്താണ് നിയലിച്ച് കാണുന്നുണ്ട്. എന്ത്, ഇത്രയും കാലം നമ്മുടെ പ്രപിതാക്കന്മാർ പറഞ്ഞത് കൊണ്ട് തന്നെ അല്ലേ നമ്മളെന്തായത് ദൈവവിശ്വാസമായത് എന്നൊരിക്കലും വരാൻ പാടില്ല. വിശ്വാസത്തിൽ തഖലീദില്ല. വിശ്വാസത്തിൽ വേറൊരാൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്നില്ല. അത് ഫിഖ്ഹില് കർമ്മശാസ്ത്രപരമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആചാരങ്ങളിൽ ഈ ഇന്നാലിന് വലിയ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാണ്. കാരണം എനിക്കത് പൂർണ്ണമായിട്ടും ഖുർആന്റെ കോണ്ടെക്സ്റ്റ് അത് ഇറങ്ങാനുള്ള സാഹചര്യം ഒന്നും മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോളന്നില്ല. പക്ഷെ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസം ബോധ്യപ്പെട്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് ബോധ്യപ്പെട്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ബോധ്യപ്പെട്ട് ചെയ്യുന്നതിന് തഖലീദ് എന്ന് പറയില്ല, അതിന് പിന്തുടർച്ച എന്ന് പറയില്ല. അപ്പോൾ നമ്മളെ പ്രപിതാക്കന്മാർ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ബോധ്യപ്പെടൽ നിർബന്ധമാണ്. ഓരോരുത്തർക്കും നിർബന്ധമാണ്, മനസ്സിലാക്കൽ നിർബന്ധമാണ്. അത് എന്താണ് എത്തിച്ചു കൊടുക്കണം. ആ ഒരു കുട്ടിയായിരിക്കും ഉണ്ടാവുക, നമ്മൾ കുട്ടികളാവില്ല. കുട്ടിയാകുമ്പോൾ ആ മാതാപിതാക്കൾ എത്തിച്ചു കൊടുക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്താണ് ഇസ്ലാം, ആരാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ശരിക്കും. നമ്മൾ ആ ഒരു കുറച്ച് അത്യാവശ്യം തെമ്മീസ് ഒരു ബോധത്തിന് കാലഘട്ടത്തിൽ നമുക്ക് തിരിയും. അള്ളാഹു ഉണ്ട് നമുക്ക് തിരിയും. അല്ലാതെ എന്തല്ല, ഈ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചത് കൊണ്ട് അറിയാതെ കിട്ടിപ്പോയതൊന്നുമല്ല. പക്ഷെ അങ്ങനെ അറിയാതെ കിട്ടിയതാണ് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെടണം. അത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ജനിക്കുന്നത് മുസ്ലിങ്ങളായിട്ടാണെന്ന് അതിൽ പറയാം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസിയായിട്ട്, അല്ലാതെ നിസ്കാരം പഠിച്ചവനെന്നല്ല അവിടെ മുസ്ലിങ്ങളാണ് അർത്ഥം. ഈ ഒരു ഇലാഹ് അല്ലെങ്കിൽ ഈ ഒരു ദൈവം ദാസൻ എന്നുള്ള ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടേ ഓരോരുത്തരും ജനിക്കുന്നതുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് ഉള്ളത്. അങ്ങനെ അപ്പോ ഈ സൂഫിസം ഇസ്ലാമും അവര് നമ്മളിപ്പോ കൃത്യമായി അള്ളാഹിനെ മനസ്സിലാക്കി സൂഫിസം അവർ സ്വീകരിക്കുന്ന വഴി നല്ല വ്യത്യാസമില്ലേ? സാധാരണ ജനങ്ങൾ ഇതാക്കുന്നതും സൂഫിയുടെ ഇസ്ലാമിന് അവരുടെ രീതികളും അങ്ങനെ ഓക്കെ. അത് ഇപ്പോ ഇസ്ലാമിനെ നമ്മൾ ഈ രൂപത്തിൽ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, സൂഫികളുടെ ഇസ്ലാമും പൊതുജനങ്ങളുടെ ഇസ്ലാമും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പരിചയപ്പെടുത്താണ് സൂഫികളുടെ ഇസ്ലാം അല്ലാവുക എന്നുള്ളതാണോ ചോദ്യം? എനിക്ക് തിരിഞ്ഞില്ല. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോ ചില സൂഫികളെ പറ്റി കേൾക്കാറുണ്ട്, ഒന്നും ഡ്രസ് തന്നെ ഇടാതെ അങ്ങനെ വലിയ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോ എന്താണ് ഈ നിയമങ്ങൾ പറയുന്ന സംഹിതകൾക്കപ്പുറത്ത് ഒരു ഇസ്ലാം സാധ്യമാണ്. അതായത് വെറും അള്ളാഹുവിനെ ആകർഷിക്കുക, അള്ളാഹുവിലേക്ക് എത്തുക, അള്ളാഹുവിന്റെ മഹബത്ത് എന്ന് പറഞ്ഞാണ്ട് നടക്കുന്നത് അതുണ്ടോ എന്നുള്ളതല്ലേ? അതാണെന്നുണ്ടെങ്കിൽ അത് ഇല്ല, അങ്ങനല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ പോകുന്നതിനാണ് ഇസ്ലാം എന്ന് പറയാം. ഈ രൂപത്തിൽ തന്നെ നമുക്ക് പോയാൽ അവിടെ എത്തുള്ളൂ.
അങ്ങനെ അങ്ങനെ അല്ലാതെ നമുക്ക് ഒരു നിലക്കും എന്തായാലും എത്തൂല. അതായത് ഇസ്ലാം പറയുന്ന ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രെയിം വർക്ക്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു എന്താണ് ഒരു സോഷ്യൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ആ ഫങ്ഷൻസുകൾ, ഓരോരുത്തരും ചെയ്യേണ്ട ഫങ്ഷനുകൾ, പിന്നെ അവിടെ നടക്കേണ്ട നിയമ നടപടികൾ, ഇതൊക്കെ സ്ഥാപിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് എന്താവുള്ളൂ, എത്താൻ കഴിയുള്ളൂ. അങ്ങനെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സൂഫിസം, അതാണ് പ്രശ്നം എന്ന് വെച്ചാൽ, സൂഫിസം എന്ന് പറഞ്ഞാൽ എന്ത്, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള എലമെന്റ് മാത്രമുള്ളൊരു സംഗതിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുള്ള പ്രശ്നമാണ്. ഒരു സാധാരണക്കാരൻ്റെ ഇസ്ലാമും ഒരു സൂഫി ആയിട്ടുള്ള ഒരാളുടെ ഇസ്ലാമും ഒരേ ഇസ്ലാമാണ്. അയാൾക്കും എന്തുണ്ട്, ഈ ചട്ടക്കൂടുകളും സംഗതികളൊക്കെ ഉണ്ട്. സംഗതി ശരിയാണ്. എന്താണ് നമ്മൾ ഈ ഒരു ചില സൂഫികളെ കാണുമ്പോൾ അവരുടെ ഹാല് മാറിയിട്ടുണ്ട്, അവരുടെ അവസ്ഥ മാറി, അവരുടെ ആ ഒരു ഹുബ്ബുള്ള, അതാണല്ലോ മഹബത്തുള്ള ആണല്ലോ, മഹബത്തുള്ളയിലൂടെ അതിൻ്റെ ജദ്ബിൻ്റെ ഹാലിലൊക്കെ എത്തി അവരുടെ ഭ്രാന്തൊക്കെ ആവണ ചില ആളുകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇതൊരു തഹ്ഖീഖാക്കി പറയുന്നുണ്ടെങ്കിൽ, ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സൂഫിയും ഒരു പൊതുജനം, ഒരു സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അത് മഹബത്തുള്ളയാണ്. മഹബത്തുള്ള മഹബത്തുർ റസൂലാണ്. ഓക്കെ, അപ്പോൾ ഈ ഹുബ്ബുള്ള ഹുബ്ബുർ റസൂൽ എന്നുള്ളത് എന്താണ്, എല്ലാവർക്കും നിർബന്ധമാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി. അപ്പോൾ പ്രവാചകൻ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അപ്പോൾ പ്രവാചകൻ എന്താണ്, അവൻ്റെ വാലിദ്, അവൻ്റെ വലത്, അവൻ്റെ വാപ്പ, സ്വന്തം വാപ്പ, പിന്നെ സ്വന്തം മകൻ, താൻ പോറ്റി വളർത്തുന്ന സ്വന്തം മകനേക്കാൾ മഹബത്ത്, ഹബ്ബ്, ഇഷ്ടം നബിയോടാവണം. അപ്പോഴേ ഒരാൾ എന്താവുള്ളൂ എന്ന് പറഞ്ഞേ, ഒരാൾ മുഅ്മിനാവുള്ളൂ. മുഅ്മിനും മുസ്ലിം ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അപ്പോഴേ ഒരാൾ എന്താവുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ. അപ്പൊ അല്ല, നമുക്കൊരു സംശയം ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് നബിയോടാണ് ഏറ്റവും കൂടുതൽ ഹുബ്ബ് വെക്കേണ്ടത്, അള്ളാഹുവിനോടാണ്. നബി നമ്മൾ കാണാത്ത, അറിയാത്ത, നമ്മൾ നേരിട്ട് കാണാത്ത ഒരാളാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ളത്. നമ്മ നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മ, നൊന്ത് പ്രസവിച്ച ഒരു മകന് ആ ഉമ്മ കെയർ കൊടുക്കുന്ന ഒരു ഇതുണ്ടാവല്ലോ. ആ ഉമ്മ ആ മകനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന നമുക്ക് മനസ്സിലാക്കണല്ലോ. അപ്പൊ കാണാത്ത ഒരാളെ ഇഷ്ടപ്പെടുന്നതും സ്വന്തം മകനെ ഇഷ്ടപ്പെടുന്നതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ തന്റെ മകന് ഒരു വേദനയായിട്ടാകുമ്പോ രാത്രി ഉറക്കം വെച്ച് ആ മകന് വേണ്ടി കരയുന്ന ഒരു ഉമ്മ. ആ ഉമ്മ ഇപ്പൊ നബി തങ്ങളെ പറ്റി ഇങ്ങനെ ചരിത്രം പറയുമ്പോ, നബി തങ്ങളെ പല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോ കരഞ്ഞോളൊന്നുമില്ല. അപ്പൊ അവർ മുഅ്മിനല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാല്, ഇവിടെ സംഗതി ശരിയാണ്. ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്രക്ക് ഒരു ഇപ്പൊ എന്താണ്, സ്വന്തം മകന് എന്തെങ്കിലും സംഭവിച്ചാല് ആകണ് വിഷമിച്ച് ഇതായി. പക്ഷെ അതേ സമയത്ത് ഇതിന്റെ ചരിത്രം വായിച്ചാലോ അല്ലെങ്കിൽ വയല് കേട്ടാലോ എല്ലാവരും എന്തായിക്കൊള്ളണമെന്നില്ല, കരണമെന്നില്ല. അപ്പൊ കരയാത്തവരൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യാത്തവരൊക്കെ മുഅ്മിനീങ്ങളല്ല എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരുന്നത്. ശരിക്കും ഈ മഹബത്തുള്ള മഹബത്ത് റസൂൽ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ മഹബത്ത് ഉണ്ട്. നമ്മളെ ബൈലായും നമുക്കത് വളരെ വിശാലമായിട്ട് എന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മഹബത്ത് അഖല് കൊണ്ടുണ്ട്, അതായത് നമ്മളെ ബുദ്ധി കൊണ്ട് ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതുണ്ട്. പിന്നെ മഹബത്തുൽ ഖൽബുണ്ട്, ഹൃദയം കൊണ്ട് ഒരാളെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൃദയം കൊണ്ട് ഒരാളെ സ്നേഹിക്കുക, അത് ഇമോഷണലി ഒരാളോട് അടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല അത്രയും അടുപ്പമുള്ള, ജീവിതത്തോട് അടുപ്പമുള്ള ആളുകളോടായിരിക്കും സാധാരണ രീതിയിൽ നമ്മളെ സാധാരണക്കാർക്ക് ഉണ്ടാവുക. അപ്പോൾ പ്രവാചകനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം, അല്ലെ അള്ളാഹുവിനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു സ്നേഹം, അഖലിയായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ബുദ്ധിപരമായി എപ്പോഴും നബിയെയും അള്ളാഹുവിനെയും പ്രിഫർ ചെയ്യുക, മുന്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്താണ്, വാലിദ് വലതിനേക്കാൾ, സ്വന്തം കുട്ടിയേക്കാൾ അള്ളാഹുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അള്ളാഹു പറഞ്ഞു ഈ കുട്ടിയെ കൊല്ലണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ അങ്ങനെ നിന്ന് അതുകൊണ്ടാണ്.
ഇപ്പോൾ എന്താണ് നമ്മുടെ പിതാവ് ഒരു സംഗതി പറഞ്ഞു, ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹിന്റെ നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിന്റെ നിയമം പാലിക്കലാണ് എന്ത് അതൊരു മഹബത്താണ്. അത് അള്ളാഹുവിന്റെ ആ ഒരു എന്താണ് പ്രിഫറൻസ് കൊടുക്കലല്ല, അതൊരു മഹബത്താണ്, അഖലിയ ബുദ്ധി കൊണ്ടുള്ള ഒരു മഹബത്താണ്. ഏതൊരു കാര്യത്തിലും അള്ളാഹുവിനെ നബിയിനും മുൻഗണന നൽകുക. അത് അപ്പൊ തന്നെ എന്തായി മഹബത്തായി, അപ്പൊ തന്നെ എന്തായി ഒരാൾ മുഅ്മിനായി. അപ്പൊ അങ്ങനെ തന്നെ അല്ലേ. ഇപ്പൊ അള്ളാഹു പറയുന്നതൊക്കെ അംഗീകരിക്കുമ്പോഴല്ലേ ഒരാൾ മുഅ്മിനാവുക. അള്ളാഹു റസൂലും പറയുന്നതാണ് അംഗീകരിക്കുമ്പോൾ. പക്ഷെ ഇവിടെ എന്താണ് മറ്റൊരു മഹബത്ത് ഉണ്ട്, ഇത് ഖൽബ് കൊണ്ട് മഹബത്ത് എന്നുള്ളത്. ഇത് സാധാരണക്കാർക്ക് വളരെ അടുപ്പമുള്ള ആളുകളോട് തോന്നുന്ന സംഗതി. അങ്ങനത്തെ ഒരു മഹബത്ത് ആർക്കെങ്കിലും പ്രവാചകനോടും അള്ളാഹുവിനോടും തോന്നുമ്പോൾ അപ്പോഴാണ് എന്താവുന്നത്, ഒരു സൂഫി ജനിക്കുന്നത്. അതാണ് ഒരു സൂഫി എന്ന് പറഞ്ഞാൽ. അയാൾക്ക് ആ ഒരു സൂഫിക്ക് എന്താണ് അത്രയും അടുപ്പം, ഒരു ആന്തരികമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് പ്രവാചകനോടും അള്ളാഹിനോടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഖുർആനിലൊരു ആയത്ത് ഓതുമ്പോൾ അവർക്ക് തന്നെ കരഞ്ഞ് ബോധം പോയ എത്രയോ ആലിമീങ്ങൾ, വലിയ സൂഫികളുണ്ട്. ഒരു ആയത്ത് ഓതിയാൽ ബോധം പോവുക. കാരണം അതിൻ്റെ ഒരു എഫക്റ്റ്, ഒരു അറ്റാച്ച്മെന്റ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉഹദിത്തെ ചരിത്രം കേൾക്കുമ്പോൾ ആകെ കരഞ്ഞു പോകുന്ന. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു കാണാത്ത ഒരാളാണ്, ഇഷ്ടപ്പെടുന്ന. ഇപ്പൊ സ്വഹാബാക്കള് മുഴുവൻ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പല്ല് പൊട്ടിക്കുന്ന സംഗതികളൊക്കെ കാരണം സഹിക്കണില്ല. ഇപ്പൊ സ്വഹാബാക്കളെ കഥകളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വഹാബാക്കളും നബിയും തമ്മിൽ ആ ഒരു നേരിട്ട് കണ്ട് പരിചയം കൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഒരു ഖൽബിയായിട്ടുള്ള ഹുബ്ബ് അത്രയും പ്രകടമാണ്. അതുകൊണ്ടാണ് സ്വഹാബാക്കളാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മനുഷ്യർ. സ്വഹാബാക്കളല്ലേ പ്രവാചകന്മാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായ അസ്ഹാബാണ്. അസ്ഹാബ് അങ്ങനെ കാരണം എന്താ വെച്ചാൽ നബിയോട് നേരിട്ട് ഇടപഴകിക്കൊണ്ട് സ്വാഭാവികമായിട്ടും എന്തുണ്ടായി, അവർക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നിലവിൽ ഒരു പൊതുജനം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനൊക്കെ ഉണ്ടാകുന്ന ഒരു അഖലിയായിട്ടുള്ളൊരു ഹുബ്ബ് അത് ഏതായാലുമാണ്. അപ്പോൾ ഒരാൾ മുസ്ലിം ആവുള്ളൂ. ആ ഒരു അഖലിയായ ഹുബ്ബിൽ നിന്ന് അയാൾ ഖൽബിലേക്ക് മാറാനൊരു ശ്രമം നടത്തണം. ഈ ഖൽബിലേക്ക് ഹുബ്ബ് ഇറങ്ങിയാൽ പിന്നെ എന്താവാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് ആ ഹുബ്ബ് എഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഭയങ്കര തൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ തൻ്റെ മക്കളോട് ഭയങ്കര സ്നേഹമുള്ള ആളുകളുണ്ട് അല്ലേ, എല്ലാവർക്കും നല്ല സ്നേഹം ഉണ്ടാവും. പക്ഷെ എല്ലാവരും എന്താവൂല, ഖൈസുബിന് മലൂഹ് ആവൂല, മജ്നൂനാവൂല. ലൈലയെ കണ്ട എല്ലാവരും എന്താവൂല, മജ്നൂനാവൂല. ഇപ്പോൾ ലൈലയോളം സ്നേഹമുള്ള വേറെ എത്രയോ ഭർത്താക്കന്മാരും ആളുകളും ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ അവരാരും എന്തായിട്ടുണ്ടാവില്ല, മജ്നൂനായിട്ടുണ്ടാവില്ല. ഖൈസിനെ പോലെ മജ്നൂനായിട്ടുണ്ടാവില്ല. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അത് മജ്നൂനിന്റെ ഒരു രീതിയാണ്, അവരുടെ ക്യാരക്ടർ അതൊക്കെ വെച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് ചില സൂഫികളുടെ അള്ളാഹുവിലേക്കുള്ള ഒരു മഹബത്താണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ളാണ് ഹാല് പോവും, അവിടെ അവസ്ഥയാണ് പോവും, ഫുള്ളാണ് പോവും. അപ്പൊ പിന്നെ അവർ ചിലപ്പോൾ നിസ്കരിച്ചു എന്ന് വരില്ല. കാരണം മാഫി ജൈബില്ല അനൽ ഹക്ക് പോലത്തെ സംഗതികളൊക്കെ വന്നു നോക്കി വരും. നിസ്കരിക്കുന്നുണ്ട് അല്ല, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും ആ ഒരു ഹാലിൽ എത്തിക്കഴിഞ്ഞാൽ ജുനൂന് അതായത് ഭ്രാന്ത് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാല് തെക്ലീഫില്ല. അതുപോലെ തന്നെ അവര് നിസ്കരിക്കാത്തത് എന്തുകൊണ്ടല്ല, അവര് അള്ളാഹുവിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ആ സമയത്ത് ആ ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അതിനെ അപ്പൊ അതാണ്. അല്ലാതെ അവർക്ക് രണ്ട് ഇസ്ലാം എന്നല്ല, അതാണ് അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത്. നേരത്തെ ചോദ്യത്തിന് പൊതുജനങ്ങളാവുമ്പോൾ നിങ്ങൾ അള്ളാഹ് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രെയിം വർക്കിലൂടെ പോകാൻ പറ്റുള്ളൂ കേട്ടോ, അല്ല നിങ്ങൾ നല്ല ശിക്ഷ കിട്ടും എന്ന് പറയുന്നത്. മറ്റൊരു നിങ്ങൾക്ക് കാണുന്നത് നേരെ പോയിക്കോളി. അങ്ങനല്ല. സൂഫിസം അല്ലെങ്കിൽ തസവുഫും അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഗസാലി ഇമാമൊക്കെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഫുള്ള് പറയാൻ ശ്രമിച്ച ഈ ഒരു സംഗതിയാണ്. ഗസാലി ഇമാമൊക്കെ ഈ ഒരു മഹബത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു വലിയൊരു മഹാനാണ്. ആ ഒരു തസവുഫിനെ
തെറ്റിദ്ധരിക്കാതിരിക്കാൻ, അതായത് വെറും അള്ളാഹുവിലേക്ക് എത്തുക, ഈ ഒരു ഖാലിഖിലേക്ക് എത്തുക, എങ്ങനെയൊക്കെ എത്തിയാൽ മതി എന്നുള്ളതല്ല, ഇതിലൂടെ തന്നെ നമുക്ക് എത്താൻ കഴിയുള്ളൂ. പക്ഷെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാരുടെ അവരുടെ ക്യാരക്ടർ, അവരുടെ സ്വഭാവം അനുസരിച്ച് പലതും സംഭവിച്ചു എന്ന് വരാം. അതിനെ മൈൻഡ് ചെയ്യേണ്ട. അതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഈ ഒരു സംഗതി. ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ഇമാമിയങ്ങളായിട്ടുള്ള വലിയ ഉലമാക്കൾ, വലിയ സൂഫികളൊക്കെ, ഇപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് അല്ലേ, സുൽത്താൻ ഔലിയ, അതുപോലെ തന്നെ ഔലിയാക്കളുടെ വലിയാണല്ലോ. അപ്പോൾ പക്ഷെ അവർക്കൊന്നും എന്തായിട്ടില്ല, ജദുബിൻ്റെ ഹാൽ അങ്ങനെ വന്ന് ആകെ ഭ്രാന്ത് പോയി, ഔറത്തുനിന്ന് വിളി അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. ഡിഫായ് ഷെയ്ഖിന് അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ, പക്ഷെ അങ്ങനെ സംഭവിച്ചു എന്ന് എഴുതിയിട്ട് അവർ കുറ്റപ്പെടുത്താനും പറ്റില്ല. അത് അവരുടെ ഹാല്. ചിലപ്പോൾ അവര് ചിലപ്പോൾ ഫനാഇന്റെ ഹാലിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. ആ ഫനാഇന്റെ എല്ലാം നശിച്ച് പോകുന്ന ഹാലിൽ നിന്ന് ബഖാഇന്റെ ഹാലിലേക്ക് എത്തുമ്പോഴാണ് പൊതുജനങ്ങളിലേക്ക് അവരെന്താവുക. അത് അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് ഇടാം, അതാണ് നല്ലത് തന്നെ. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് ഇസ്ലാം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ചുരുക്കി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഡിസ്കസ് ചെയ്തത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്താൻ, പരമമായ സത്യമായ അള്ളാഹുവിലേക്ക് എത്താനുള്ളൊരു വഴി. ആ വഴി ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഫ്രെയിം വർക്കാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയും കൂടുതൽ നിയമങ്ങൾ ചോദിച്ചാൽ ഇത് തന്നെയാണ്, അള്ളാഹുവിലേക്ക് എത്താൻ. അല്ലാതെ അള്ളാഹുവിലേക്ക് എത്താതെ കുറേ പ്രവർത്തന ഭരിതമായി ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് കുറേ ചെയ്തുകൊണ്ട് ഷോ ഓഫ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കാമ്പൊന്നും ഉണ്ടാവില്ല. അതാണ് ഇസ്ലാം. അപ്പോൾ അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളത്. ഓക്കെ, അതെ അതെ നല്ല ശരിയല്ല, വലിയ ചർച്ച കഴിഞ്ഞ് ഏതായാലും ഒരു ആകത്തുക എല്ലാവർക്കും കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. വൈൻഡപ്പാക്കാണ് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ ഫിലോസഫി ആൻഡ് അഖീദ ഫാക്കൽറ്റി ആയിട്ടുള്ള തഖിയുദ്ദീൻ ഉദരയാണ്. അതുപോലെ തന്നെ സയ്യിദ് ഷാസിൻ, ദാറുൽ ചർച്ച് സ്റ്റുഡൻറ്റ് സയ്യിദ് ഷാസിനാണ്. അപ്പോൾ ഇവർക്കും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾക്കും അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ കേട്ട വ്യൂവേഴ്സിനും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല നെക്സ്റ്റ് എപ്പിസോഡിനുള്ള വല്ല ടൈറ്റിൽസോ സജഷൻസോ, അത് ഈ ഇപ്പം നമ്മൾ പറഞ്ഞതിനുള്ള വല്ല തോട്ട്സും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പേര്